അപ്പോൾ കാനഡ വന്നിട്ട് ആക്ച്വലി ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറൊന്നും കല്ല. ഭയങ്കര മടി അവിടെ ഇട്ടിട്ട്, പിന്നെ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ ഇവിടെ സ്നോഫോൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് പെയ്തു ലൈറ്റായിട്ട്, ഇപ്പോൾ അത്യാവശ്യം നല്ലോണം അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഒന്ന് ചില്ലായിട്ട് വരാൻ വേണ്ടിയിട്ട് 1 കിലോ സാധനങ്ങൾ എടുത്തിട്ടു. ഇപ്പോൾ പ്ലസ് 60 കിലോയാണ് വെയിറ്റ്, 50 കിലോ ഞങ്ങളും 10 കിലോ ഞങ്ങളുടെ സാധനങ്ങളും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളുടെ വീട് കാണിച്ചു തരാം. ഇവിടുത്തെ ബേസ്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വീട് ഇവിടെ എല്ലാ വീടും ഒരേപോലെ, പ്രത്യേകിച്ച് മഞ്ഞും കൂടെ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീടും ഒരേപോലെ തന്നെ. പിന്നെ ഫുൾ മഞ്ഞ. അപ്പോൾ നമുക്കിനി പോകേണ്ടത് ബസ്സിനും ട്രാമിലാണ്. ആക്ച്വലി ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഫസ്റ്റ് വിൻ്റർ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് കാനഡയിലെ വിൻ്റർ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പുതിയ കൂട്ടുകാരൻ, സംഗത സഹചാരി അശ്വിൻ. ആള് ചില്ലറക്കാരനല്ല. 10 തല അവര്. പൈലറ്റ് മാത്രല്ലല്ലോ. അല്ല, ഓൻ എങ്ങനെയാ വന്നേന്ന് ചോദിക്കും. നീ എങ്ങനെയാ വന്നേ? കാനഡയ്ക്ക് വിസിറ്റ് വിസയിൽ വന്നപ്പോ പ്ലെയിൻ ഓടിച്ച് ഇവിടെ വന്നിട്ട് വന്നേക്കെ ചേച്ചിനെ കാണാൻ. അതെ, സ്വന്തമായി ഫ്ലൈറ്റ് ഓടിച്ച് വന്ന ആദ്യത്തെ 10 തലയാ അവര്. സോ അതെ, നമ്മുടെ കൊച്ചി മെട്രോ പോലെ ഇവിടുത്തെ മെട്രോ ആണിത്. ട്രാം എന്ന് പറയും, അതായത് റോട്ടിൽ കൂടെ പോകുന്ന സംഭവമാണിത്. പക്ഷെ നമ്മുടെ മെട്രോൻ്റെ ഒക്കെ അടുത്തെത്താൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഒരു മോള്, ഹഡ്സൺ ബേ ഫെയർവ്യൂ മോൾ എന്ന് പറയും. ഞങ്ങളിവിടെ വന്നിട്ട് ആക്ച്വലി നമ്മളിങ്ങനെ ഒരു മിനിറ്റ് ഓക്കെ മോള് നോക്കിയപ്പോൾ ഇങ്ങനെ പറയായിരുന്നു. അതായത് നമ്മളൊക്കെ ലുലു മോളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അയ്യോ ഇതാണോ മോളെന്ന് പറഞ്ഞു പോകും. കാരണം ഇവിടെ പോപ്പുലേഷൻ കുറവായതുകൊണ്ടാവും, ഇവിടെ അത് മതിയായിരിക്കും. അങ്ങനെ ഇതാണ് ഹഡ്സൺ ബേ മോള്. ഇത് കണ്ട, ഇതേപോലെ ബസ് വരും. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡ് കണക്ക് സംഭവമാണ്. കാരണം ഈ ഒരു സെൻറ്ററിലാണ് എല്ലാ ബസ്സും വരിക. അപ്പോൾ പല ബസ്സും ഈ ട്രാമും പോകുന്നത് ഈ ഒരു സ്റ്റേഷനിൽ വന്നിട്ടാണ്. ഇവിടെ വന്ന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും പോകാൻ പറ്റും. സോ നമ്മൾ കാർഡ് കാണിച്ചേ. ഈ കാർഡാണ് നമുക്ക് ബസ്സിലും ട്രാമിലൊക്കെ യൂസ് ചെയ്യുക. ഇത് നമ്മൾ പേ ചെയ്യണത് ഇതേപോലെ ഒരു വെൻഡിങ് മെഷീൻ എന്ന് പറയും, നമ്മൾ ഇവിടെയാണ് പേ ചെയ്യുക. സോ ടിക്കറ്റ് അല്ല, ലോഡ് ചെയ്യുക. ആക്ച്വലി ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു അലമ്പായിട്ട് തോന്നുന്നില്ല. അതെന്ന് വെച്ചാൽ ഈ മഞ്ഞാകുമ്പോൾ ഇവർ മെയിൻ റോഡിലൊക്കെ ഉപ്പിട്ട് പോകും. അപ്പോൾ ആ വണ്ടി ഓടിക്കണ്ടേ, അപ്പോൾ ഉപ്പിട്ട് പോകുമ്പോൾ അത് തന്നെ മെൽറ്റാവും. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചവിട്ടി അതിലേ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആ വഴിയായിരിക്കുമല്ലോ. അങ്ങനെ അതാ ചെളിയൊക്കെ കൊണ്ട് ആ ഒരു ഭംഗിയൊക്കെ പോകും. ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, ആ ഒരു ഏരിയ മാത്രം ഒരു മെനയില്ലാത്തൊരു സ്ഥലമായിരിക്കും. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ മോന്തി അടിച്ച് താഴെ കിടക്കും. പിന്നെ ഇവിടെ ഡോക്ടറെ കാണാൻ എത്ര നേരം എടുക്കുന്ന ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അതാണൊരു പ്രശ്നം. അതുകൊണ്ട് ഇതേപോലത്തെ ബൂട്ട്സൊക്കെ നമ്മൾ വാങ്ങും. നോർമൽ ഷൂസ് നമുക്ക് പറ്റില്ല, കാരണം അത് സ്ലിപ്പാവും. അപ്പം നമ്മൾ ഈ ഗ്രിപ്പുള്ള വിൻ്റർ ഷൂസും അതേപോലെ വാട്ടർ പ്രൂഫൊക്കെയുള്ള അങ്ങനത്തെ ഷൂസൊക്കെ വാങ്ങും. വിൻ്റർ ബൂട്ട്സൊക്കെ വാങ്ങും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു അടുത്ത് നമ്മളങ്ങനെ ഓക്കെ. ഇതാണ് മോളൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ലുലു മോളും ശോഭാ സിറ്റിയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ.
ആക്ച്വലി നമുക്ക് ഈ വാൾമാർട്ടിൽ കിട്ടാത്തൊരു സാധനവും ഇല്ല. ഓൾമോസ്റ്റ് ഡ്രസ്സ് തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഇലക്ട്രോണിക്സ്, ഫർണിച്ചേഴ്സ് അല്ല, ഇലക്ട്രോണിക്സ് അങ്ങനെ എല്ലാം കിട്ടും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ ഈ ഒരു ഏരിയ. പൂക്കളൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റിൽ ഈ പൂക്കളൊക്കെ അടിപൊളിയായിരിക്കും. ഒരു പ്ലാസ്റ്റിക് പോലെയായിരിക്കും കാണുക, പക്ഷേ ഫ്രഷ് ആട്ടോ. നമ്മുടെ ഇതൊക്കെ ഡ്രസ്സിൻ്റെ സെഷൻസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കൊണസ്റ്റോഗോ മോളിലാട്ടോ. അതായത് ഇവിടെ നിന്നൊരു ട്രാമിലൊരു 45 മിനിറ്റ്സ് ഡ്രൈവ്. അവിടെ കോളേജൊക്കെ ഉണ്ട്, കൊണസ്റ്റോഗോ കോളേജ്. അപ്പോൾ നമ്മളിനി ട്രാമിലാണ് പോകാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മെട്രോ പോലെ റോട്ടിൽ കൂടെ പോണത്. അപ്പോൾ നമുക്കിനി ഇതിലൊന്ന് പോയി നോക്കാം. ഇതാണ് കൊണസ്റ്റോഗോ മോള്. നേരത്തെ പോയില്ലേ അത് ഫെയർവ്യൂ മോള്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഫേമസ് ആണ്. അപ്പം ഞങ്ങൾ അടുത്തത് ഇങ്ങടെ വന്നേക്കണേ. ഈ മോളിൽ ഒരു ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാപ്പയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്താൽ നമുക്ക് പാപ്പേൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫാമിലി കണ്ടോ, അങ്ങനെ